ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് നമ്മുടെ ഡേ 5 ആണ്. ഡെയിലി ബൂസ്റ്ററിന്റെ ഡേ 5 ആണ്. അപ്പൊ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ക്വസ്റ്റ്യൻ പേപ്പറാണ് 54/2025 സെക്രട്ടേറിയറ്റ് OAയുടെ മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ കറക്റ്റ് സെന്റൻസ്. ഐഡന്റിഫൈ ദ കറക്റ്റ് സെന്റൻസ്. ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ് സ്മെൽ ഗുഡ്. ദ ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ് സ്മെൽസ് ഗുഡ്. അടുത്ത എന്താണ് പറയുന്നത്? ദ ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ് ആർ സ്മെല്ലിംഗ് ഗുഡ്. ദ ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ് വെയർ സ്മെല്ലിംഗ് ഗുഡ്. അല്ലെ, നമുക്ക് വായിക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ഈ രണ്ടെണ്ണത്തിലായിരിക്കും നമുക്ക് ഡൗട്ട് വരുന്നത്. അല്ലെ, ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ് ആർ സ്മെല്ലിംഗ് ഗുഡ്, ഇത് രണ്ടുമല്ല നമുക്ക് ഇത് കിട്ടും. ഇവിടെ എന്താണ് ഇവിടെ ശരിക്കും എന്താ വരേണ്ടത്? ഇവിടെ ഓഫ് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ശരിക്കും ഫ്ലവേഴ്സ് അല്ല, ദ ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ്. അപ്പൊ അവിടെ ബൊക്കേക്കാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പൊ ബൊക്കെ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ സിംഗുലർ ആണ്. അതുകൊണ്ട് തന്നെ സ്മെൽസ് എന്ന സിംഗുലർ തന്നെ നമുക്കിവിടെ വേണം, അല്ലെ? അല്ലെങ്കിൽ ഓഫ് കഴിഞ്ഞ് നമ്മൾ അങ്ങനെ ഒരു പ്രപ്പോസിഷൻ വെച്ച് കണക്ട് ചെയ്യുമ്പോഴേക്കും എന്ത് വേണം? അതിന് മുമ്പുള്ള വേർഡ് എന്താണോ അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഫ്ലവേഴ്സ് സ്മെൽ ഗുഡ് അല്ല, നമുക്ക് വേണ്ടത് എന്താണ്? ദ ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ് സ്മെൽസ് ഗുഡ്. അവിടെ അതാണ് നമ്മുടെ കറക്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് യൂറോപ്യൻസ് കൺകേർഡ് മെനി പാർട്ട് ഓഫ് ദ വേൾഡ് ബിഫോർ ദ ഫസ്റ്റ് വേൾഡ് വാർ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? യൂറോപ്യന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്? ഫസ്റ്റ് വേൾഡ് വാറിന് മുമ്പ് കുറെ സ്ഥലങ്ങൾ പിടിച്ചിറക്കിയിട്ടുണ്ട്. അപ്പൊ യൂറോപ്പ് എന്ന് പറയുന്ന സ്ഥലമല്ല, അവിടെ യൂറോപ്യൻസ് എന്ന് പറയുന്ന ആൾക്കാരെയാണ് അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ അവിടെ എന്താണ്? അവിടെ താമസിക്കുന്നവരാണ്, അവിടുത്തെ അല്ലെ, അവിടെ താമസിക്കുന്ന ആൾക്കാരെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദ യൂറോപ്യൻസ്, ദ ഫ്രഞ്ച്, ദ ഇംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ, അവിടെയുള്ള ആൾക്കാരെയാണ് നമ്മൾ, അല്ലെ? ദ ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യക്കാർ. അപ്പൊ എന്താണ്? അവിടെ താമസിക്കുന്നവരെയാണ് നമ്മളവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്ത് വേണം? ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ, അല്ലെ? അതാണ് നമുക്ക് വേണ്ടത്. ദയാണ് യൂസ് ചെയ്യുന്നത്. ദ യൂറോപ്യൻസ് കൺകേർഡ് മെനി പാർട്ട് ഓഫ് ദ വേൾഡ് ബിഫോർ ഫസ്റ്റ് വേൾഡ് വാർ ആണ്. നൺ ഓഫ് ദ ബോയ്സ് ഹാവ് ഫിനിഷ് ദ ഹോംവർക്ക്. അതെ, നമ്മുടെ നമ്മൾ കുറെ തവണ പഠിച്ചിട്ടുണ്ട്, അല്ലെ? നൺ ഓഫ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ടാഗ് ആണ്. നൺ ഓഫ് വരുമ്പോൾ നമുക്കറിയാം ഇത് നെഗറ്റീവ് ആണെങ്കിൽ നമ്മുടെ ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ടാഗ് ആയിരിക്കണം വരേണ്ടത്. സോ ഇവിടെ എന്താണ്? ടാഗ് പോസിറ്റീവ് ആണ്. ഇത് രണ്ടും അങ്ങ് വെട്ടിക്കളഞ്ഞോ, നമുക്ക് അവിടെ നെഗറ്റീവിന്റെ ആവശ്യമേ ഇല്ല. ഇനി ഹാവ് ദേ ആണോ ഡിഡ് ദേ ആണോ നോക്കിയാൽ മതി. ഇവിടെ അവർ ഡയറക്റ്റ് കീവേഡ് തന്നിട്ടുണ്ട്, ഹാവ് പ്ലസ് V3 ഫോർമാറ്റിൽ, അല്ലെ? ഹാവ് പ്ലസ് V3 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഹാവ് ഫിനിഷ്ഡ്. സോ ടാഗിൽ എന്ത് വേണം? ഇവിടെ എന്താണ് വരേണ്ടത്? ഹാവ് തന്നെ വരണം. പിന്നെ എന്താണ്? നൺ ഓഫ് ദ ബോയ്സ് അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ്? ദേ ആണ് വരേണ്ടത്. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ, ഹാവ് ദേ. നൺ ഓഫ് ദ ബോയ്സ് ഹാവ് ഫിനിഷ്ഡ് ദ ഹോംവർക്ക്. ഹാവ് ദേ ആണ്. നെഗറ്റീവ് വേർഡ്സ് ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടല്ലോ? ഏതൊക്കെയായിരുന്നു നമ്മൾ പറയുന്നത്? ഫ്യൂ ഉണ്ട്, ലിറ്റിൽ ഉണ്ട്, പിന്നെ എന്തൊക്കെയായിരുന്നു? ഹാർഡ്ലി. ഇത് എപ്പോഴും ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്കൊരു ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ടാണോ? ഹാർഡ്ലി. അതേപോലെ പറയുന്ന എന്താണ്? സ്കേഴ്സ്ലി. പിന്നെന്താണ്? റെയർലി, സെൽഡം. ഇതൊക്കെ എന്താണ്? സെൽഡം, നോബഡി. ഓക്കെ, നോബഡി, ഇതെല്ലാം നെഗറ്റീവ് വേർഡ്സ് ആണ്. എങ്കിൽ ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു, എ ഫ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പോസിറ്റീവ് ആണ്. എ ലിറ്റിൽ വന്നാലും അത് പോസിറ്റീവ് ആണ്. അപ്പൊ ടാഗ് എന്ത് വരണം? നെഗറ്റീവ് വരണം. ഇഫ് ഇറ്റ് റൈൻസ് ടുമാറോ വി ഡാഷ് അറ്റ് ഹോം. എന്താണ് അതിന്റെ മലയാളീകരിച്ച് പറയുമ്പോൾ? നാളെ മഴ പെയ്യുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വി വിൽ സ്റ്റേ അറ്റ് ഹോം. നമ്മൾ വീട്ടിൽ തന്നെ ആയിരിക്കും. വി സ്റ്റേ, അല്ലെ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് സിമ്പിൾ പ്രസൻസിലാണ്. അപ്പൊ നമുക്ക് എന്ത് വേണം? മെയിൻ ക്ലോസിലേക്ക് വരുമ്പോഴേക്കും ഇതാണ് നമ്മുടെ സബോർഡിനേറ്റ് ക്ലോസ് വരുന്നത്. മെയിൻ ക്ലോസിലേക്ക് വരുമ്പോൾ എന്താണ് വരേണ്ടത്? വില്ല്, ഓർ ഷാൽ, ഓർ എന്താണ്? ക്യാൻ, ഓർ മേ പ്ലസ് V1 ഫോർമാറ്റ് ആണ് വരേണ്ടത്. നാളെ മഴ പെയ്യുകയാണെങ്കിൽ, അതായത് അവിടെ പറയുന്നത് സിമ്പിൾ പ്രസന്റിലാണ്. അപ്പോൾ എന്ത് വേണം? അങ്ങനെയാണ് എങ്കിൽ എന്ത് വേണം? വിൽ സ്റ്റേ. വി വിൽ സ്റ്റേ അറ്റ് ഹോം. നമ്മൾ വീട്ടിൽ തന്നെ എന്തായിരിക്കും? സ്റ്റേ ചെയ്യും. വി വില്ല്, ഷാല്, ക്യാൻ, മേ പ്ലസ് V1 ഫോം ആണ് വരേണ്ടത്. Alex said, I have finished my task. Choose the correct conversation into indirect speech. Indirect speech ആണ്. I have finished my task. എന്താ പറഞ്ഞത്? ഞാൻ എൻ്റെ ടാസ്ക് ഫിനിഷ് ചെയ്തു. അലക്സ് പറഞ്ഞു എന്ന് പറയുവാണ്. അപ്പൊ നമ്മൾ അത് മറ്റൊരാളോട് പറയുമ്പോൾ എന്തായിരിക്കും? അലക്സ് സെഡ് ദാറ്റ്, അല്ലെ? ഐ ഹാഡ് നമ്മൾ പറയൂ, അലക്സ് പറഞ്ഞു ഞാൻ ആ പ്രോജക്റ്റ്, അങ്ങനെയല്ല നമ്മൾ പറയേണ്ടത്. അപ്പൊ ഇതെല്ലാം നമുക്കറിയാം. അതേപോലെ എന്താണ്? ഹാവ് വന്നിട്ടുണ്ടെങ്കിൽ അത് എന്താക്കണം? ഹാഡ് ആക്കണം. അതും നമുക്കറിയാം, അല്ലെ? ഐ ഹാഡ്,
ഇവിടെ എന്താ പറയേണ്ടത്? ഹി ഹാഡ്, അവൻ ചെയ്തു, അതായത് അലക്സ് പറഞ്ഞു ഹി ഹാഡ് ഫിനിഷ്ഡ് ഹിസ് ടാസ്ക്, അവന്റെ ടാസ്ക് അവൻ ഫിനിഷ് ചെയ്തു എന്നാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് പറയേണ്ടത്. ഹാവ് വന്നാൽ ഹാഡ് ആക്കണമെന്ന് നമുക്കറിയാം അല്ലെ. ഹാവ് വരുമ്പോൾ അത് എന്താക്കി മാറ്റണം? ഹാഡ് ആക്കി മാറ്റണം. അപ്പൊ തന്നെ നമുക്കറിയാം ഈ ഒരു ഓപ്ഷൻ അല്ല എന്നറിയാം, പിന്നെ എന്താണ് ഈ ഒരു ഓപ്ഷനും അല്ല എന്നറിയാം. പിന്നെ എന്താണ്? 2 ഓപ്ഷൻസ് വരും. അതിലെന്താണ്? ഐ ഹാഡ് എന്ന് പറയില്ല, അവൻ ഫിനിഷ് ചെയ്തു എന്നാണ് നമ്മൾ പറയേണ്ടത് അല്ലെ. അലക്സ് പറഞ്ഞു, ഇപ്പൊ നമ്മൾ പറഞ്ഞു, രാം പറഞ്ഞു എന്താ, അവൻ ആ ഹോംവർക്ക് ചെയ്തു, അല്ലെങ്കിൽ അവൻ അവിടെ പോയി അല്ലെ. അങ്ങനെയല്ലേ നമ്മൾ മറ്റൊരാളോട് പറയുമ്പോൾ. അല്ലാണ്ട് രാമൻ പറഞ്ഞു ഞാൻ അത് ചെയ്തു, അങ്ങനെ നമ്മൾ പറയില്ല. അവൻ അത് ചെയ്തു, അല്ലെങ്കിൽ അവൻ അവിടെ പോയി, അല്ലെങ്കിൽ അവൻ അത് കണ്ടു എന്ന് അങ്ങനെ നമ്മൾ പറയില്ല. അപ്പൊ എന്താണ് ഇവിടെ പറയേണ്ടത്? ഹി ഹാഡ് ഫിനിഷ്ഡ് ഹിസ് ടാസ്ക് എന്നുള്ളതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ഈസ് ദ ക്ലോസസ്റ്റ് മീനിങ് ടു ദ ഡെലിക്വന്റ്? ഡെലിക്വന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെലിക്വന്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും കുറ്റവാളി, അതാണ് ഡെലിക്വന്റ്. കുറ്റവാളി എന്നൊക്കെ പറയില്ലേ, ഡെലിക്വന്റ് എന്ന് പറഞ്ഞാൽ കുറ്റവാളിയാണ്. അപ്പൊ നമുക്ക് ഇവിടെ വേണ്ടത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ക്ലോസസ്റ്റ് മീനിങ് ആണ്, അതായത് സിനോണിം ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? ക്രിമിനൽ ആണ് ഡെലിക്വന്റിന്റെ സിനോണിം ആയിട്ട് നമുക്ക് പറയേണ്ട ഒരു മറ്റൊരു വേർഡാണ് എന്ത്? ക്രിമിനൽ. ഡെലിക്വന്റ് എന്ന് പറയുമ്പോൾ ആരാണ്? കുറ്റവാളി. സെലക്ട് ദ ആന്റോണിം ഓഫ് ദ വേർഡ് ഡെറിലിക്റ്റ്. ഡെറിലിക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്താണ്? കെയർലെസ്, അറ്റന്റീവ്. ഇവിടെ ആന്റോണിം ആണ് നമുക്ക് വേണ്ടത്, അത് ഓപ്പോസിറ്റീവ് അല്ലേ. ഡെസേർട്ടഡ്, നെഗ്ലിജന്റ്, ഇതെല്ലാം നെഗറ്റീവ് മീനിങ് ആണ്. ഡെസേർട്ടഡ് ഒറ്റപ്പെട്ട, നെഗ്ലിജന്റ് അല്ലെ ഉപേക്ഷിക്കപ്പെട്ട, കെയർലെസ് ഇതെല്ലാം അതാണ്. അറ്റന്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? അതാണ് അവിടെ അതിന്റെ ആന്റോണിം ആയിട്ട് നമുക്ക് വരേണ്ടത്. കുറെയൊക്കെ നമുക്ക് വായിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. The teacher asked the students to dash their assignment before submitting it. Teacher asked students to dash their assignment before submitting it. എന്താണ് അതിന്റെ? ലുക്ക് ഓവർ ആണ്. ലുക്ക് ഓവർ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സാമിൻ ചെയ്യുക അല്ലെ. ലുക്ക് ഓവർ, എക്സാമിൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ടീച്ചർ എന്താണ്? അസൈൻമെന്റ്, ടീച്ചർ ആസ്ക് സ്റ്റുഡൻസ് ടു ലുക്ക് ഓവർ ദെയർ അസൈൻമെന്റ് ബിഫോർ സബ്മിറ്റിംഗ്. നിങ്ങൾ സബ്മിറ്റ് ചെയ്യണതിന് മുമ്പ് നന്നായിട്ട് നോക്കിയേക്കണേ എന്ന് നിങ്ങൾ പറയത്തില്ലേ കുട്ടികളോട്? സെയിം തന്നെയാണ്. അപ്പൊ ലുക്ക് ഓവർ ആണ് പറയേണ്ടത്. അതേപോലെ ലുക്ക് ഇൻടും എന്താണ്? ലുക്ക് ഇൻഡു വന്നാലും ഈ പറയുന്ന എക്സാമിൻ ഇൻവെസ്റ്റിഗേറ്റ് എന്നൊക്കെ തന്നെയാണ് കേട്ടോ വരേണ്ടത്. പിന്നെ നമുക്ക് ലുക്ക് വെച്ചിട്ടുള്ളത് നമുക്ക് പഠിക്കാം. ലുക്ക് ആഫ്റ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ടേക്ക് കെയർ ഓഫ് ആണ് ലുക്ക് ആഫ്റ്റർ എന്ന് പറയുന്നത്. ടേക്ക് കെയർ ഓഫ്. അടുത്തത് ലുക്ക് ഫോർ ആണെങ്കിലോ? ലുക്ക് ഫോർ ആണെങ്കിൽ പറയേണ്ടത് ലുക്ക് ഫോർ, സെർച്ചിങ്ങിനെയാണ് നമ്മൾ ലുക്ക് ഫോർ എന്ന് പറയുന്നത്. അപ്പൊ ലുക്ക് ഓവർ ആണെങ്കിൽ എന്താണ്? അവിടെ എക്സാമിൻ ചെയ്യുകയാണ്. ഇനി നമുക്കിവിടെ നോക്കാം. ടേൺ ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? റെഡ്യൂസ് ചെയ്യുക, അതാണ് ടേൺ ഡൗൺ എന്ന് പറയുന്നത് കേട്ടോ. റെഡ്യൂസ്, അതാണ് അതിന്റെ മീനിങ്. ലുക്ക് ഡൗൺ ആണെങ്കിൽ കൺസിഡർ ആസ് ഇൻഫീരിയർ എന്നൊക്കെ പറയത്തില്ലേ? കൺസിഡർ ആസ് ഇൻഫീരിയർ, തരം താഴ്ത്തുക, അതാണ് ലുക്ക് ഡൗണിന്റെ മീനിങ് വരുന്നത്. സെറ്റ് ഓഫ് എന്ന് പറയുന്നത് ടു സ്റ്റാർട്ട് എ ജേർണി, നമ്മൾ ടു സ്റ്റാർട്ട് എ ജേർണി, ഇതിനെയാണ് നമ്മൾ സെറ്റ് ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? ലുക്ക് ഓവർ എന്ന് പറഞ്ഞാൽ എക്സാമിനാണ്. ലുക്ക് ഇൻടു എന്ന് പറഞ്ഞാലും എക്സാമിൻ ഇൻവെസ്റ്റിഗേറ്റ് എന്നൊക്കെ തന്നെയാണ്. ലുക്ക് ആഫ്റ്റർ ആണെങ്കിൽ ടേക്ക് കെയർ ഓഫ് ആണ്. ലുക്ക് ഫോർ ആണെങ്കിൽ സെർച്ച് ആണ്. ടേൺ ഡൗൺ എന്താണ്? റെഡ്യൂസ് ആണ്. അതേപോലെ സെറ്റ് ഓഫ് ആണെങ്കിൽ എന്താണ്? ടു സ്റ്റാർട്ട് എ ജേർണി ആണ്. ലുക്ക് ഡൗൺ ആണെങ്കിൽ കൺസിഡർ ആസ് ഇൻഫീരിയർ, തരം താഴ്ത്തുക എന്നുള്ളതാണ്. എ ഹാൻഡ് റൈറ്റിംഗ് ദാറ്റ് കനോട്ട് ബി റീഡ്, നമുക്ക് വായിക്കാൻ പറ്റാത്ത ഹാൻഡ് റൈറ്റിംഗ്, അതിന് എന്തായിരിക്കും പറയുന്നത്? നോക്കിക്കേ, എജിബിൾ ആണ്. ഇല്ലെജിബിൾ നമുക്ക് വായിക്കാൻ പറ്റാത്തതിനെ പറയുന്നത്. ഇൻഓഡിയബിൾ എന്ന് പറഞ്ഞാൽ കേൾക്കാൻ പറ്റാത്തത്. ഇല്ലോജിക് എന്ന് പറഞ്ഞാൽ ലോജിക് ഇല്ലാത്തത്. അപ്പൊ ഇല്ലെജിബിൾ ആണ് എന്തെന്ന് പറയുന്നത്? നമുക്ക് വായിക്കാൻ പറ്റാത്തതിനെയാണ് ഇല്ലെജിബിൾ എന്ന് പറയുന്നത്. ദ ഇഡിയം ഓൺ ക്ലൗഡ് നയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലൗഡ് നയൻ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ഹാപ്പി ഓർ എലൈറ്റഡ് എന്നാണ് ഓൺ ക്ലൗഡ് നയന്റെ മീനിങ്. എക്സ്ട്രീംലി ഹാപ്പി ഓർ എലൈറ്റഡ്, ഇത് തന്നെയാണ് കേട്ടോ. ഓവർ ദ മൂൺ എന്ന് പറയും. ഓവർ ദ മൂൺ എന്ന് പറയുന്നതും എന്താണ്? ഈ പറയുന്ന എക്സ്ട്രീം ഹാപ്പിനെസിനെ പറയുന്നതാണ് ഓവർ ദ മൂൺ എന്ന് പറയുന്നത്. എങ്കിൽ ജസ്റ്റ് ചോദിക്കട്ടെ, കാറ്റ്നാപ്പ് എന്താണ്? കാറ്റ്നാപ്പ് നമ്മൾ പറയുന്നത് പൂച്ചുറക്കം അല്ലെ. പൂച്ചുറക്കം എന്ന് പറയുമ്പോൾ എന്താണ്? എ ഷോർട്ട് സ്ലീപ്പ്, കുഞ്ഞുറക്കത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാറ്റ്നാപ്പ് എന്ന് പറയുന്നത്. അടുത്തതാണ് ബേക്കേഴ്സ് ഡസൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡസൻ എന്ന് പറഞ്ഞാൽ എത്രയാ? നമ്മൾ ഡസൻ പറയുന്നത് നോർമലി 12 ആണ്, പക്ഷെ ബേക്കേഴ്സ് ഡസൻ എന്ന് പറയുന്നത് 13 ആണ് എന്ന് അറിഞ്ഞിരിക്കണം. ബേക്കേഴ്സ് ഡസൻ എന്ന് പറയുന്നത് എത്രയാണ്? 13 ആണ്. പിന്നെ പറയാവുന്നതാണ് ഡച്ച് കറേജ്. എന്താണ് ഡച്ച് കറേജ് എന്ന് പറഞ്ഞാൽ? അല്ലേ,
എന്താണ് ദ കറേജ് ഷോൺ വെൻ വൺ ഈസ് ഡ്രിങ്ക്, അതായത് വെള്ളം അടിച്ചു കഴിയുമ്പോൾ വെള്ള ധൈര്യമില്ല. ചിലവർ കാണിക്കത്തില്ലേ, വെള്ളം അടിച്ചു കഴിയുമ്പോൾ നമ്മൾ ഈ ചിലപ്പോൾ ഈ പോലീസ് പിടിക്കുന്ന കൊച്ചു പിള്ളേരുടെ, ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേരുടെയൊക്കെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ കാണിക്കും, ചിലപ്പോൾ വെള്ളമൊക്കെ അടിച്ചിട്ട് അവരെ ഭയങ്കരമായിട്ട് ചീത്ത പറയുന്നതായിരിക്കും. നെക്സ്റ്റ് ഡേ അവരെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു നിർത്തിക്കുന്ന വീഡിയോ ഉണ്ടാവും. അത്രയ്ക്ക് ഇപ്പോൾ ആ ഒരു മനുഷ്യൻ വേറെ ഉണ്ടാവില്ല, അതേപോലെ ആയിരിക്കും നിൽക്കുന്നത്. അപ്പൊ ഡച്ച് കറേജ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരാൾ വെള്ളം അടിച്ച് അല്ലെങ്കിൽ മദ്യപിച്ച് കഴിയുമ്പോൾ അവന് കിട്ടുന്ന ആ ഒരു ധൈര്യം, അതിനെയാണ് നമ്മൾ ഡച്ച് കറേജ് എന്ന് പറയുന്നത്. എങ്കിൽ പറയട്ടെ, വൺസ് ഇൻ ബ്ലൂ മൂൺ എന്താണ്? വൺസ് ഇൻ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ വൺസ് ഇൻ ബ്ലൂ മൂൺ, അതായത് വെരി റെയർ, ഭയങ്കര റെയർ ആയിട്ട് നടക്കുന്ന ഒരു കാര്യത്തെയാണ് എന്ത് പറയുന്നത്? വെരി റെയർലി, ഭയങ്കര റെയർ ആയിട്ട് നടക്കുന്ന കാര്യമാണ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ലയൺ ഷെയർ. എന്താണ് ലയൺ ഷെയർ എന്ന് പറഞ്ഞാൽ? ലയൺ ഷെയർ, സിംഹഭാഗം എന്നൊക്കെ പറയത്തില്ലേ നമ്മൾ, അപ്പൊ അതെന്താണ്? മേജർ ഷെയർ തന്നെയാണ് നമ്മൾ ലയൺ ഷെയർ എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് നമ്മളിപ്പോ പറഞ്ഞത്? ഓൺ ക്ലൗഡ് 9 എക്സ്ട്രീംലി ഹാപ്പി ഓർ റിലേറ്റഡ്, ഓവർ ദ മൂണും എന്താണ്? എക്സ്ട്രീം ഹാപ്പിനെസ് ആണ്. ക്യാറ്റ് നാപ്പ് എന്ന് പറഞ്ഞാൽ പൂച്ചയുറക്കം, ഷോർട്ട് സ്ലീപ്പ്. ബേക്കേഴ്സ് ഡസൻ എന്താണ്? 13 നമ്മൾ ബേക്കേഴ്സ് ഡസൻ എന്ന് പറയുന്നത്. ഡച്ച് കറേജ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ മദ്യപിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ധൈര്യമാണ്. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര റെയർ ആയിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. ലയൺ ഷെയർ, സിംഹഭാഗം എന്ന് പറയുന്നത് എന്താണ്? മേജർ ഷെയർ ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ എല്ലാ പദങ്ങളും ശരിയായിട്ടുള്ളവ, എല്ലാം ശരിയായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. പാടവം, അതിർത്തി, പഠിതാവ്, ശൃംഖല, നിഷ്ഠ, യഥാതഥം. ഇവിടെ സ്രഷ്ടാവ് എങ്ങനെയാണ് എഴുതേണ്ടത്? സ്രഷ്ടാവ്, ഇതാണ് സ്രഷ്ടാവ്. ശരി, ഇതല്ല, സൃ അല്ല, ഇതാണ് സ്രഷ്ടാവ്. ഓക്കെ. അതേപോലെ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു പേരാണല്ലേ പാദസ്വരം എന്ന് പറയും, അത് തെറ്റാണ്. എന്താണ് പറയേണ്ടത്? പാദസരമാണ്. പാദസരം, സ്വരം എന്നല്ല, പാദസരമാണ്. പിന്നെന്താണ്? പിന്നോക്കം നമ്മൾ പറയുന്നതാണ്, പിന്നോക്ക വിഭാഗം എന്നൊക്കെ പറയും, പിന്നോക്ക വിഭാഗ മന്ത്രി എന്നൊക്കെ പറയും, പക്ഷെ തെറ്റാണ്. എന്താണ് ശരിക്കും പറയേണ്ടത്? പിന്നാക്കമാണ്, പിന്നാക്കം. ഓക്കെ, ഹാർദം ശരിയാണ് കേട്ടോ ഇവിടെ. അപ്പൊ ഇവിടെ സ്രഷ്ടാവാണ് ഇവിടെ തെറ്റ്. സ്രഷ്ടാവിന് എങ്ങനെയാ എഴുതണ്ടേന്ന് മനസ്സിലായല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മഹോന്നതം പിരിച്ചെഴുതിയാൽ, മഹോന്നതം പിരിച്ചെഴുതിയാൽ ഇത് PSC ആൻസർ പ്രകാരം ഇത് മഹാ പ്ലസ് ഉന്നതം എന്നാണ്. പ്രൊവിഷണൽ കീയിൽ തന്നിരുന്ന ആൻസർ ഇതായിരുന്നു, പക്ഷെ ഫൈനൽ കീ വന്നപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് മഹാ പ്ലസ് ഉന്നതം എന്നാണ് കറക്റ്റ് ആൻസർ ആയിട്ട് അവർ തന്നിരുന്നത് ഫൈനൽ കീയിലെ. ഇനിയിപ്പോ നമുക്ക് നോക്കാം. അതേപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞപ്പോൾ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. ആ പ്ലസ് അള്ളെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അയാളെന്നാ പറഞ്ഞ. ആ പ്ലസ് അള്ള എന്താണ്? ഞാനത് കമന്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലസ് അള്ളെന്ന് പറയുന്നത് അവളാണ്, അവൾ. ആ പ്ലസ് ആളാണ്, അവിടെ ജസ്റ്റ് ഒന്ന് അവിടെ ഒരു ദീർഘമിടാൻ വിട്ടുപോയി. ആ പ്ലസ് ആളാണ് എന്ത്? അയാൾ. അതേപോലെ ഞാൻ എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾ ഏതൊരു യൂട്യൂബ് ക്ലാസ്സും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? അതിന്റെ ഫസ്റ്റ് കമന്റ് ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കുക. എന്തെങ്കിലും ഇപ്പൊ ഞാനും നല്ല ആരായിക്കോട്ടെ പറയുന്നതിൽ എല്ലാവരും എല്ലാം തികഞ്ഞവരൊന്നും അല്ല. എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് നമ്മൾ ചിലപ്പോൾ എന്താണ് നാക്ക് വിഴക്കാന്നൊക്കെ പറയത്തില്ല, ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആയിരിക്കില്ല നമ്മൾ പറഞ്ഞു വരുമ്പോഴേക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് അവിടെ പറ്റിയിട്ടുണ്ടെങ്കിൽ അവരത് കമന്റ് ചെയ്തിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും ഉറപ്പായിട്ടും. അപ്പൊ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? ആരെങ്കിലും ചിലപ്പോൾ അത് പറയുമ്പോഴായിരിക്കും അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുക? അത് കമന്റ് ചെയ്ത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഏതൊരു വീഡിയോ കണ്ടാലും നിങ്ങൾ എന്ത് ചെയ്യുക? അതൊന്ന് കമന്റ് ഒന്ന് പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കമന്റ്സ് വല്ലതും ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കുക. ഓക്കെ. അപ്പൊ ആ പ്ലസ് ആൾ അവളാണ്, ആ പ്ലസ് ആൾ അയാളാണ് എങ്കിൽ അതി പ്ലസ് അന്തം എന്താണ്? അതി പ്ലസ് അന്തം എന്ന് പറയുന്നത് അത്യന്തമാണ്. അത്യന്തം, ഇതൊക്കെ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. പിന്നെ മഹച്ചരിതം എന്ന് പറഞ്ഞാൽ മഹത്ത് പ്ലസ് ചരിതമാണ് മഹച്ചരിതം എന്ന് പറയുന്നത്. ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഉണ്ടായിട്ടും അനന്തുവിന് വിജയിക്കാൻ കഴിഞ്ഞില്ല. സ്വാധീനം, അതിന്റെ വിപരീതമാണ് ചോദിച്ചിരിക്കുന്നത്. സ്വാധീനം നമ്മൾ ഒത്തിരി തവണ പറഞ്ഞു അല്ലെ ഈ ക്വസ്റ്റ്യൻ. അതായത് നമ്മൾ ഈ സ്വാധീനം നമ്മൾ ഈ എന്താണ് ഓപ്പോസിറ്റ്, ഇത്രയും ദിവസം 4 ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ ഓപ്പോസിറ്റ് പറയുമ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വേർഡാണ് സ്വാധീനം. ഓപ്പോസിറ്റ് എന്താണ്? പരാധീനം. എങ്കിൽ ചോദിക്കട്ടെ, അണിയം. അണിയം, അണിയം എന്താണ് ഓപ്പോസിറ്റ്? അണിയം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആണ് അമരം. നമ്മൾ പറയത്തില്ലേ ഇതിന്റെ ഇങ്ങനെ തുമ്പത്ത് നിൽക്കുന്നതിനെയാണ് അണിയവും അമരവും എന്ന് പറയുന്നത്. വള്ളത്തിന്റെയൊക്കെ തുമ്പത്ത് അണിയത്ത് അമരത്ത് എന്നൊക്കെ പറയത്തില്ലേ, അതിനെയാണ്. എങ്കിൽ അധമം. അധമം എന്താണ്? അധമം ഓപ്പോസിറ്റ് എന്താണ്? ഉത്തമം. ഓക്കെ. അതേപോലെ നമുക്ക് പഠിക്കാം അഗ്രജൻ. അഗ്രജൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഓപ്പോസിറ്റ്? അവരജൻ. അഗ്രജൻ അവരജനാണ്. മേദിനി എന്ന വാക്കിന് സമാനമായ പദമേത്? മേദിനി എന്താണ്? മേദിനി എന്ന് പറയുന്നത് ആരാണ്? ഭൂമിയാണ്. മേദിനി ഭൂമി. അതേപോലെ ധരണി എന്താണ്? ഭൂമിയാണ്. പിന്നെ എന്തൊക്കെ പറയാം നമുക്ക്? ധരിത്രി. ധരിത്രി എന്താണ്? ഭൂമിയാണ്. ക്ഷോണി എന്താണ്? ക്ഷോണി അതും ഭൂമിയാണ്.
അല്ലെ? അപ്പൊ മേദിനി എന്ന് പറയുമ്പോൾ നമുക്ക് പഠിക്കാം എന്തൊക്കെയാ? ധരണി, ധരിത്രി, ശോണിയാണ്. ഓക്കെ ആണല്ലോ. അതേപോലെ ശരീരമാണെങ്കിലോ ദേഹം പറയാം. ദേഹം, ശരീരം, ദേഹം. പിന്നെന്താണ്? ഗാത്രം പറയാം, കളേബരം പറയാം. ഇതെല്ലാം എന്താണ്? ശരീരമാണ്, കളേബരം. സുന്ദരി, സുന്ദരി എന്ന് പറയുമ്പോൾ എന്താണ്? സുമുഖി. സുമുഖി എന്ന് പറഞ്ഞാൽ സുന്ദരിയാണ്. ആകാശത്തിന്റെ പര്യായങ്ങൾ ഏതൊക്കെ പഠിക്കാൻ നമുക്ക്? അംബരം, അംബരം എന്ന് പറഞ്ഞാൽ ആകാശമാണ്. ഗഗനം, ആകാശമാണ്. നഭസ്, ആകാശമാണ്. ഓക്കെ, അപ്പൊ മേദിനി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയാണ്. ഭൂമിയുടെ മറ്റു പര്യായങ്ങളാണ് ധരണി, ധരിത്രി, ശോണി എന്നിവ. ശരീരമാണെങ്കിൽ ദേഹം, ഗാത്രം, എന്താണ്? കളേബരം. ഓക്കെ, ആകാശമാണെങ്കിൽ ഗഗനം, അമ്പനം, നഭസ് ഒക്കെ വരാം. സുന്ദരിയാണെങ്കിൽ സുമുഖി. ഓക്കെ, വിലക്കി പ്ലസ് ഇല്ല ചേർത്തെഴുതിയാൽ വിലക്കി പ്ലസ് ഇല്ല അല്ലെ? ഇവിടെയുണ്ട് ഒരു ഈ, ഇവിടെയുണ്ട്. അപ്പൊ എന്തായിട്ട് മാറും? വിലക്കിയില്ല. വിലക്കി പ്ലസ് ഇല്ല എന്താകും? വിലക്കിയില്ല എന്നാകും. തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം. ജയിൽ മോചനത്തിന് ശേഷം 10 വർഷങ്ങളോളം അയാൾ ജീവിച്ചിരുന്നു. 10 വർഷങ്ങളോളം ജീവിച്ചിരുന്നു എന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ അതെന്താണ്? ഈ തെറ്റാണ്. ഏകദേശം 10 വർഷങ്ങളോളം, അതും എന്താണ്? തെറ്റാണ്. ജയിൽ മോചനത്തിന് ശേഷം ഏകദേശം 10 വർഷം അയാൾ ജീവിച്ചിരുന്നു. ഇവിടെ എന്താണ്? ഇത് ശരിയാണ്. അപ്പൊ ഇവിടുത്തെ ശരിയായ ആൻസർ എന്ന് പറയുന്നത് ഇതാണ്. ഓപ്ഷൻ സി ആണ് നമുക്ക് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ശരിയായ സ്ത്രീലിംഗ ശബ്ദം. രക്ഷകൻ, രക്ഷിക, കാന്തൻ, കാന്ത. ശരിയാണ്. അത് രണ്ടുമാണ് ശരി. 1ഉം 3ഉമാണ് ശരി എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. സ്വാമി, ആരാണ് സ്വാമിയുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്? സ്വാമിനിയാണ്, സ്വാമിനി. അപ്പൊ രക്ഷകൻ രക്ഷികയാണ്, രക്ഷിക, രക്ഷകി എന്നൊന്നും എഴുതരുത്, രക്ഷികയാണ്. കാന്തൻ കാന്തയാണ്. എങ്കിൽ ദാതാവ്, ദാതാവ് സ്ത്രീലിംഗ രൂപം എന്താണ്? ധാത്രി, ദാതാവ്, ധാത്രി. എങ്കിൽ പതികൻ, പതികൻ എന്താണ് സ്ത്രീലിംഗ രൂപം വരേണ്ടത്? പതിക, പതികൻ, പതികയാണ്. കവി, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കവി എന്താണ്? കവയിത്രി. സ്ത്രീകളുടെ പേര് വരുമ്പോൾ ലാസ്റ്റ് 2 വള്ളി ഉണ്ടെന്ന് ഓർത്ത് വെക്കുക. കവയിത്രിയാണ്. അതേപോലെ നമ്പ്യാർ, നമ്പ്യാർ ആണെങ്കിൽ എന്താണ്? നങ്ങ്യാർ, നമ്പ്യാർ, നങ്ങ്യാറാണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. ഒറ്റപ്പദം കണ്ടെത്തുക. കാണുന്നയാൾ, കാണുന്നയാൾ ഏതാണ്? പ്രേക്ഷകൻ, പ്രേക്ഷിതൻ, പ്രേക്ഷിതൻ, പ്രേക്ഷകൻ. ആരാണ് കാണുന്നയാൾ? കാണുന്നയാൾ എന്ന് പറയുന്നത് പ്രേക്ഷകനാണ്. കാണുന്നയാൾ, ഇവിടെ നമുക്ക് ഈ കാ വെച്ച് കണക്ട് ചെയ്യണേ നിങ്ങൾ. പ്രേക്ഷകൻ, കാണുന്നയാൾ. അപ്പൊ ആരാണ് പ്രേക്ഷകൻ എന്ന് പറഞ്ഞാൽ? അത് ഫ്രം, നമ്മൾ അയക്കുന്നയാൾ, അയക്കുന്നയാളാണ് പ്രേക്ഷകൻ എന്ന് പറയുന്നത്. അപ്പൊ ആരാണ് പ്രേക്ഷിതൻ? പ്രേക്ഷിതൻ എന്ന് പറയുന്നത് കാണപ്പെട്ടവൻ, ആ ഒരു മീനിങ്ങാ വരേണ്ടത്. പ്രേക്ഷിതൻ എന്താണ്? അതെന്ന് പറയുന്ന അയക്കപ്പെട്ടവൻ, അതാണ് പ്രേക്ഷിതൻ എന്ന് പറയുന്നത്. അപ്പൊ പ്രേക്ഷകൻ ഇവിടെ എന്താണ്? ഇക്ഷായാണ്, ഇവിടെ വെറും ഷായാണ്. പ്രേക്ഷകൻ എന്ന് പറഞ്ഞാൽ അയക്കുന്ന ആളാണ്. പ്രേക്ഷകൻ ഇക്ഷ വരുമ്പോ എന്താണ്? കാണുന്നയാൾ. അത് മറന്നു പോകരുതേ, തെറ്റിപ്പോകരുതേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ടെറിട്ടോറിയൽ ഡോമിനേഷൻ എന്ന് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ, ടെറിട്ടറി ഒരു ടെറിട്ടറിയാണ് അല്ലെ? അതായത് പ്രാദേശികമായിട്ടാണ്. അപ്പോൾ അവിടെ പറയേണ്ടത് എന്താണ്? പ്രാദേശികാധിപത്യമാണ് ടെറിട്ടോറിയൽ ഡോമിനേഷൻ എന്ന് പറയുന്നത്. ഉപകാരം ചെയ്തവരെ ദ്രോഹിക്കരുത്. എന്താണ്? കടന്നൽക്കൂട്ടിൽ കല്ലെറിയരുത്. ഗ്രക്കമുണ്ടെങ്കിൽ ഏറ്റവും ഉണ്ട്. ഉണ്ട ചോറ്റിൽ കല്ലിടരുത്. കനൽക്കട്ടയിൽ ഉറുമ്പരിക്ക. ഏതായിരിക്കും? ഉണ്ട ചോറ്റിൽ കല്ലിടരുത്. അതാണ് നമ്മൾ പറയുന്നത്. ഉപകാരം ചെയ്യുന്നവരെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ദ്രോഹിക്കാൻ പാടില്ല. ചെണ്ട കൊട്ടിക്കുക. എന്താണ് ചെണ്ട കൊട്ടിക്കുക എന്ന് പറയുന്നത്? ചെണ്ട കൊട്ടിക്കുക ഏതാണ്? അപമാനിക്കുക. നമ്മൾ ഒരാളെ അപമാനിക്കുന്നതിനെയാണ് നമ്മൾ ചെണ്ട കൊട്ടിക്കുക എന്ന് പറയുന്നത്. അപമാനിക്കുക. അതേപോലെ ധനാശി പാടുക. എന്താണ്? അതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന സാധനങ്ങളാണ്. ധനാശി പാടുക എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുക. ഓക്കെ, അവസാനിപ്പിക്കുക, അതാണ് ധനാശി പാടുക എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഭീഷ്മ പ്രതിജ്ഞ. ഭീഷ്മ പ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ എന്താണ്? കഠിന ശബ്ദത്തെയാണ് നമ്മൾ ഭീഷ്മ പ്രതിജ്ഞ എന്ന് പറയുന്നത്. കഠിന ശബ്ദമാണ്. ശ്ലോകത്തിൽ കഴിക്കുക. ശ്ലോകത്തിൽ കഴിക്കുക. എന്താണ് ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറഞ്ഞാൽ? ചുരുക്കി പറയുക. അതിനെയാണ് നമ്മൾ ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറയുന്നത്. ചുരുക്കി പറയുക. ഓക്കെ, അപ്പൊ ചെണ്ട കൊട്ടിക്കുക, അപമാനിക്കുക, ധനാശി പാടുക, അവസാനിപ്പിക്കുക, ഭീഷ്മ പ്രതിജ്ഞ, കഠിന ശബ്ദം, ശ്ലോകത്തിൽ കഴിക്കുക, ചുരുക്കി പറയുക. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് നമ്മുടെ മാത്സ് ആണ്. 10 മലയാളം 10 ഇംഗ്ലീഷും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് മാത്സിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം.
എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. 15 ഇൻറ്റു 7+3 ഡിവൈഡ് ബൈ 5 - 3. ഇവിടെ എന്താണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്? ബോഡ്മാസ് റൂൾ അപ്ലൈ ചെയ്യണം അല്ലെ. ബോഡ്മാസ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം എന്താണ് വരേണ്ടത്? ബ്രാക്കറ്റ് അല്ലെ. ബ്രാക്കറ്റിനുള്ളിലുള്ളത് ആദ്യം ചെയ്യണം. സോ 15 ഇൻറ്റു ബ്രാക്കറ്റിനുള്ളിൽ 7 3 കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 10 ഡിവൈഡ് ബൈ 5 - 3 എന്ന് വരും. 15 ഇൻറ്റു 10നെ 5 കൊണ്ട്, നെക്സ്റ്റ് ഡിവിഷൻ അല്ലേ വേണ്ടത്. ഡിവിഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയാണ്? 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കിട്ടും, -3. 15 ഇൻറ്റു 2, നെക്സ്റ്റ് വേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അത് കഴിഞ്ഞിട്ടാണ് സബ്ട്രാക്ഷൻ വരേണ്ടത്. 30 - 3 വരും. ആൻസർ വരേണ്ടത് 27. ഓപ്ഷൻ സി 27 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. 0.0004 പ്ലസ് 0.404 എത്ര കൂടുതലാണ് 2/5 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മളോട് ചോദിക്കുവാണ്, ഇപ്പോ രണ്ടിനേക്കാൾ എത്ര കൂടുതലാണ് 10? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എന്തായിരിക്കും ചെയ്യേണ്ടത്? എത്ര കൂടുതലാണ് 10? നമുക്കറിയാം 2നേക്കാൾ 8 കൂടുതലാണ് 10 എന്ന് പറയുന്നത് അല്ലെ. അതായത് നമ്മൾ ഈ 10ൽ നിന്ന് 2ആണ് കുറച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് ഈ 2/5 നിന്ന് എന്ത് ചെയ്യണം? ഇതിന്റെ ആൻസർ അങ്ങ് കുറച്ചാൽ മതി. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ഈ പറയുന്ന 2/5 നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 2/5 എന്ന് പറയുമ്പോൾ പോയിന്റ് ഇവിടെ 0 ഇട്ട് കൊടുക്കുക. 4 5 20. 0.4 എന്ത്? 2/5 എന്ന് പറയുന്നത്. സോ 2/5 എന്ന് പറയുന്നത് 0.4 ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇത് കൂട്ടി നോക്കണം അല്ലെ. നോക്കിക്കേ, 0.0004 പ്ലസ് 0.00004. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4400 പോയിന്റ്. ഇതിനേക്കാൾ എത്ര കൂടുതലാണ് ഇതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് ഈ പറയുന്ന 0.4 നിന്ന് നമുക്ക് എന്ത് മൈനസ് ചെയ്യണം? ഈ പറയുന്ന 0.0044 നമുക്ക് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഇവിടെ എന്തായിരിക്കും വരേണ്ടത്? ഇവിടെ 0ൽ നിന്ന് 4 നമുക്ക് കുറക്കാൻ പറ്റില്ല. സോ നമ്മൾ ഇവിടെ 3 ആക്കും. ഇവിടെ 10 ആയിരുന്നു, അത് 1 കൊടുക്കുമ്പോൾ ഇവിടെ 9 ഇവിടെ 10 എന്ന് വരും. 10ൽ നിന്ന് 9 കുറക്കുമ്പോൾ 6 ആണ്. 9ൽ നിന്ന് 4 കുറക്കുമ്പോൾ 5 കിട്ടും. 993. 0.3356 എന്ന് വരും. ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയുന്നത്. അതായത് ഈ പറയുന്ന ഈ ഒരു നമ്പറിനേക്കാൾ ഇത്ര കൂടുതലാണ് ഈ പറയുന്ന 2/5 എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 1 + 3 + 5 + etc. up to 99. ഇവിടെ നമുക്കറിയാം ഇതെന്താണ്? ഒറ്റസംഖ്യകളാണല്ലേ തന്നിരിക്കുന്നത്. 1 3 5 7. തുടർച്ചയായ n ഒറ്റസംഖ്യകളുടെ തുക എന്ന് പറയുന്നത് എന്താണ്? n² ആണ്. ഇവിടെ എത്ര n ഉണ്ട്? അപ്പൊ നമുക്ക് n അറിയില്ല. n എന്ന് പറയുന്നത് എത്രയാണ്? നമുക്കറിയാം 1 മുതൽ 10 വരെ എത്ര ഒറ്റസംഖ്യകളുണ്ട്? എത്രയാണ്? 5 ഒറ്റസംഖ്യകളല്ലേ ഉള്ളത്. 1 ഉണ്ട്, അതേപോലെ 3 5 7 9 അങ്ങനെ 5 എണ്ണം ഉണ്ട്. അപ്പൊ എത്രയാണോ തന്നിരിക്കുന്ന നമ്പർ, അതായത് കണ്ടിന്യൂസ് ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യുക? ഇപ്പൊ 99 വരെ അല്ലേ തന്നിരിക്കുന്നത്. +1 ചെയ്യുക, ഡിവൈഡ് ബൈ 2 ചെയ്യുക. തൊട്ടടുത്ത നമ്പറിന്റെ പകുതി എടുത്താൽ മതി. അതായത് ഇവിടെ 100/2 എന്ന് വരും. 50 സംഖ്യകളാണ് ഈ പറയുന്ന 1 മുതൽ 99 വരെയുള്ള ഒറ്റസംഖ്യകളുടെ എണ്ണം എന്ന് പറയുന്നത്. അപ്പൊ തുക എന്ന് പറയുന്നത് എത്രയായിരിക്കണം? 50ന്റെ സ്ക്വയർ, അതായത് 2500 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഒരു സമഭുജ ത്രികോണത്തിന്റെ ഒരു വികരണത്തിന്റെ നീളം 18 സെന്റിമീറ്ററും അതിന്റെ പരപ്പളവ് 216 സെന്റിമീറ്റർ സ്ക്വയറുമായാൽ രണ്ടാമത്തെ വികരണത്തിന്റെ നീളം എത്ര? ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. കാര്യം ഇവിടെ സമഭുജ ത്രികോണം ആയിരുന്നില്ല വരേണ്ടത്, സമഭുജ സാമാന്തരികമായിരുന്നു കേട്ടോ വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്യേണ്ടത് സമഭുജ സാമാന്തരികത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് ഒരു ഇക്വേഷൻ ഉണ്ട്. ഏരിയ എന്ന് പറയുന്നത് ½ d1 d2 എന്ന് പറയുന്നത്. അതായത് ഇതാണ് നമ്മുടെ സാമാന്തരികം എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് d1 ആണ്, ഇത് d2 ആണ്. രണ്ട് വികരണങ്ങളാണ്. ആ വികരണങ്ങളാണെങ്കിൽ അതിന്റെ പ്രോഡക്റ്റിന്റെ പകുതിയാണ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? ഏരിയ 216 ആണ്. ½ ഇൻറ്റു d1 എന്ന് പറയുന്നത് 18 ആണ്, ഇൻറ്റു d2 എന്ന് വരും. ഇതും കൂടി കട്ടായി പോകും. 9 ആണ്. 216 ഡിവൈഡ് ബൈ 9 എന്ന് പറയുന്നത് വികരണം d2 രണ്ടാമത്തെ വികരണമാണ്. ആൻസർ വരേണ്ടത് 24. സമഭുജ സാമാന്തരികമായിരുന്നെങ്കിൽ ആൻസർ 24 സെന്റിമീറ്റർ വന്നേനെ. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെ തെറ്റായിരുന്നു. സമഭുജ ത്രികോണമാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ്, ഇതിനെ ലഘൂകരിച്ചാൽ കിട്ടുന്നത് വലിയൊരു നമ്പർ അല്ലേ തന്നിരിക്കുന്നത്. 2⁵ ഉണ്ട്, 2³ ഉണ്ട്, 3² ഉണ്ട്, 3⁴ ഉണ്ട്, 5² ഉണ്ട്. ഡിവൈഡഡ് ബൈ 2�6 ഉണ്ട്, 3³ ഉണ്ട്, 5⁴ × 6 ഉണ്ട്. ദി ഹോൾ പവർ -1. ഇതവിടെ ഉണ്ട്, നമുക്ക് അതവിടെ നിർത്താം. നമുക്ക് ബാക്കി ഉള്ളിലുള്ളതെല്ലാം ചെയ്യാം. ഇവിടെ നോക്കിക്കേ, ഇതിന്റെ മീനിങ് എന്താ? മുകളിൽ 5 തവണ 2 എഴുതിയിട്ടുണ്ടെന്ന്. അപ്പൊ നമുക്ക് അത് കട്ട് ചെയ്യാം.
താഴെ 6 തവണ ഇല്ലേ, അപ്പൊ അതും കൂടി കട്ട് ചെയ്യുമ്പോൾ ബാക്കി എത്രയുണ്ട്? അതായത് ഈ 2^5/2^6 എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് എന്താണ് 2^5 - 6 എന്ന് വരും. അതായത് എത്ര വരും? 2^-1, അതായത് 1/2 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. അതായത് സംഭവം ഇത്രയേ ഉള്ളൂ. ഇവിടെ മുകളിൽ 5 തവണ നമ്മൾ എന്ത് എഴുതിയിട്ടുണ്ട്? 2 എഴുതിയിട്ടുണ്ട്. താഴെ എത്ര തവണ എഴുതിയിട്ടുണ്ട്? 6 തവണ 2 എഴുതിയിട്ടുണ്ട്. ഇതാണ് അതിന്റെ മീനിങ്. ഇവിടെ ഇത്രയും നമുക്ക് ക്യാൻസൽ ആയി പോകും. ബാക്കി എത്രയും വരും? 1/2 വരും. അപ്പൊ അവിടുത്തെ 2 മാത്രമേ ബാക്കിയുള്ളൂ. ഇനി ഇവിടെ നോക്കിക്കേ, മുകളിൽ 3 സ്ക്വയർ ഉണ്ട്, താഴെ 3 ക്യൂബ് ഉണ്ട്. അത് കട്ട് ചെയ്യുമ്പോൾ ബാക്കി ഇവിടെ 3 മാത്രം വരും. അതേപോലെ ഇവിടെ എത്രയുണ്ട്? 5 സ്ക്വയർ ഉണ്ട്, അത് കട്ടായി പോയി. ഇവിടെ എത്രയുണ്ട്? 4 എണ്ണം ഉണ്ട്. മുകളിൽ 2 5 ഉണ്ടായിരുന്നു, താഴെ 4 എണ്ണം ഉണ്ട്. കട്ടാകുമ്പോൾ ബാക്കി ഇവിടെ 2 എണ്ണം വരും. നമുക്ക് ഇത്രയും നമുക്ക് പെറുക്കി എഴുതി വെക്കാം. ബാക്കി നോക്കിക്കേ, 2 ക്യൂബ് ഉണ്ട്. അടുത്ത എന്താണ് വരേണ്ടത്? 3^4 ഉണ്ട്. ഡിവൈഡഡ് ബൈ ബാക്കി എന്ത് വരും? 2 × 3 × 5 സ്ക്വയർ × 6 എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി ഈ 6 എന്ന് പറയുന്നത് നമുക്ക് മുകളിലത്തെ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. 2 × 2 × 2 × 3 × 3 × 3 × 3 ആണ്. ഡിവൈഡഡ് ബൈ 2 × 3 × 5 × 5 × 6 എന്ന് വരും. അല്ലെ? ഇവിടുത്തെ ഈ 2ഉം ഈ 2ഉം കട്ടായിപ്പോയി, ഈ 3ഉം ഈ 3ഉം കട്ടായിപ്പോയി. 6 എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? 2 × 3 എന്ന് എഴുതാം, കട്ടായിപ്പോയി. ബാക്കി ഇവിടെ എത്ര വരും? 3 × 3 9, 9 × 2 എന്ന് പറയുന്നത് 18/5 × 5 എന്ന് പറയുന്നത് 25. നമ്മളിത് ഇത്രയും എഴുതി വെക്കും, നേരെ ഓപ്ഷൻ സി പോയി മാർക്ക് ചെയ്യും. പക്ഷെ ഇവിടെ എന്തും കൂടി ഉണ്ട്, ഒരു ഹോൾ പവർ -1 അവിടെ പെൻഡിങ് കിടപ്പുണ്ട്. അതായത് അതിന്റെ മീനിങ് എന്താണ്? a/b ദി ഹോൾ പവർ -1 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് b/a ആണ്. നേരെ തിരിച്ചിടുക. സോ ആൻസർ എന്ന് പറയുന്നത് 25/18. ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 4, 11, 30, 67 എന്ന ശ്രേണിയിൽ അടുത്ത പദം എന്തെന്നാ ചോദിച്ചിരിക്കുന്നത്? 4 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1ന്റെ ക്യൂബ് പ്ലസ് 3 ആണ് 4 എന്ന് പറയുന്നത്. 2ന്റെ ക്യൂബ് പ്ലസ് 3 എന്ന് പറയുന്നത് എത്ര വരും? 2ന്റെ ക്യൂബ് 8 ആണ്. 8 + 3 എന്ന് പറയുന്നത് 11 ആണ്. നെക്സ്റ്റ് 3ന്റെ ക്യൂബ് പ്ലസ് 3ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 27 ആണ്. 27 + 3 എന്ന് പറയുന്നത് 30 ആണ്. അപ്പൊ അടുത്ത എത്രയാ വരേണ്ടത്? 4ന്റെ ക്യൂബ് പ്ലസ് 3 എന്ന് പറയുന്നത് 4ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 64 ആണ്. പ്ലസ് 3 ചെയ്യുമ്പോൾ 67 വരും. അപ്പൊ നെക്സ്റ്റ് ഏതായിരിക്കും വരേണ്ടത്? 5ന്റെ ക്യൂബ് പ്ലസ് 3. 5ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 125 ആണ്. പ്ലസ് 3 ചെയ്യുമ്പോൾ 128. സോ ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത്. എ എന്നത് പ്ലസ് ആണ്. ഓക്കെ, എ പ്ലസ് ആണ്. ബി എന്ന് പറയുന്നത് ഇൻറ്റു ആണ്. സി എന്ന് പറയുന്നത് മൈനസ് ആണ്. ഡി എന്ന് പറയുന്നത് ഡിവിഷനെയും സൂചിപ്പിച്ചാൽ 8b 12a 18d 6c 2 എന്നത് എന്തായിരിക്കും എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 8b എന്ന് പറയുമ്പോ 8 × 12. 12 എന്താണ്? എ ആണ്. പ്ലസ് 18. ഡി എന്ന് പറയുന്നത് എന്താണ്? അവിടെ -6. സി എന്ന് ഡിവിഷൻ ആണേ. സി എന്ന് പറയുന്നത് എന്താണ്? -2 ആണ്. ഇത് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്? സെയിം ബോർഡ് മാസ് വെച്ചിട്ട് ഇപ്പൊ നമുക്ക് 2 പ്രോബ്ലം ആയല്ലോ. ഇനി എന്താ ചെയ്യേണ്ടത്? ബോർഡ് മാസ് റൂൾ അപ്ലൈ ചെയ്യുമ്പോഴേക്കും ആദ്യം ചെയ്യേണ്ടത് ഡിവിഷൻ ആണ്. അവിടെ ഇപ്പൊ എന്ത് വരും? 8 × 12 പ്ലസ് 18നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 - 2 എന്ന് കിട്ടും. അല്ലെ? 3 കിട്ടും, ബാക്കി -2. 8 × 12 എന്ന് പറയുന്നത് എത്രയാണ്? 96 ആണ്. 96 + 3 - 2 എന്ന് വരും. 96 3 കൂടി കൂട്ടുമ്പോൾ 99 വരും. 99 - 2 എന്ന് പറയുന്നത് 97 ആണ് ആൻസർ എന്ന് പറയുന്നത്. താഴെ പറയുന്നവയിൽ ഒറ്റയാൻ ത്രികോണം, ചതുരം, വൃത്തം. ഇതാണ് ത്രികോണം, ഇതെന്താണ്? ഇതാണ് നമ്മുടെ ചതുരം, ഇതാണ് നമ്മുടെ വൃത്തം, ഇതാണ് നമ്മുടെ ചാപം. ഇവിടെ നോക്കിക്കേ, ഈ ഫിഗറിൽ തന്നെ നമുക്ക് മനസ്സിലാകും ഒറ്റയാൻ ആരായിരിക്കും? ചാപമാണ്. അതായത് ഒരു പോർഷൻ ആണ്. ബാക്കി എല്ലാം എന്താണ്? ക്ലോസ്ഡ് ഫിഗർ ആണ് അല്ലെ? 2D ഫിഗേഴ്സ് ആണ് തന്നിരിക്കുന്നത്. എല്ലാം കംപ്ലീറ്റഡ് ആണ്. പക്ഷെ ഇവിടെ മാത്രം എന്താണ്? വൃത്തത്തിന്റെ ഒരു ഭാഗമാണ് നമ്മൾ എന്ത് പറയുന്നത്? ചാപം എന്ന് പറയുന്നത്. അപ്പൊ അതാണ് അവിടെ ഒറ്റയാൻ എന്ന് പറയുന്നത്. ഗോളം 4πr² ആണെങ്കിൽ എന്താണ് 3πr² എന്നാ ചോദിച്ചിരിക്കുന്നത്. ഈ ഗോളത്തിന്റെ 4πr² എന്ന് പറയുന്നത് എന്താണ്? ഗോളത്തിന്റെ സർഫസ് ഏരിയ ആണ് അല്ലെ? സർഫസ് ഏരിയ. അപ്പൊ എന്തായിരിക്കും ഇവിടെ? അർദ്ധഗോളത്തിന്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എന്ത്? 3πr² എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. വിവേക് 10 കിലോമീറ്റർ തെക്കോട്ട്, വടക്കോട്ട്, പടിഞ്ഞാറോട്ടൊക്കെ പോകുകയാണ്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഡയറക്ഷൻ വരച്ചു വെക്കണം. ഇത് നോർത്ത്, ഇത് സൗത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. ഇനി നമുക്ക് നോക്കാം. വിവേക് ഇവിടെ നിൽക്കുവാണേ. വിവേക് 10 കിലോമീറ്റർ തെക്കോട്ട് നടന്നു. ഓക്കെ,
ദെൻ അയാൾ എങ്ങോട്ടേക്ക് പോയി? 10 കിലോമീറ്റർ ആണ് അയാൾ സഞ്ചരിച്ചത്. അതിനുശേഷം അയാൾ പടിഞ്ഞാറോട്ട് 4 കിലോമീറ്റർ സഞ്ചരിച്ചു. വീണ്ടും അയാൾ വടക്കോട്ട് തിരിഞ്ഞു. കണ്ട, എവിടെ നിന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വടക്കോട്ട് തിരിഞ്ഞിട്ട് 5 കിലോമീറ്റർ അയാൾ പോയി. അവസാനം കിഴക്കോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ. ഇതാണ് നമ്മുടെ കിഴക്ക്. കിഴക്കോട്ട് തിരിഞ്ഞ് അയാൾ 4 കിലോമീറ്റർ സഞ്ചരിച്ചു. അപ്പൊ അയാൾ ഇത് എവിടെയാണ് നിൽക്കുന്നത്? ഇവിടെ നിന്നാണല്ലേ അയാൾ തുടങ്ങിയത്. പ്രാരംഭ ദിശയുമായിട്ട് അയാൾ ഇപ്പൊ ഏത് ദിക്കിലാണ്? ഇവിടെ തുടങ്ങി ഇങ്ങോട്ടേക്ക്, അല്ലെ? അപ്പൊ ഏതാണ് അയാളുടെ ദിശ എന്ന് പറയുന്നത്? തെക്ക് ദിശയിലാണ് അദ്ദേഹം ഇപ്പോ നിൽക്കുന്നത്. പ്രാരംഭ ദിശയിൽ നിന്ന് അയാൾ എവിടെയാണ്? തെക്കാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ 54/2025 നമ്മുടെ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് മൂന്നും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക? നമുക്ക് ഡെയിലി ബൂസ്റ്റർ ഡേ 6 ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. അതേപോലെ SCRT സീരീസ് ഒരേപോലെ ഫോളോ ചെയ്യുക. SCRT സീരീസ് മോക്ക് ടെസ്റ്റ് നമുക്ക് വൈകുന്നേരങ്ങളിൽ ഉണ്ടാകും. അതുകൂടി ഒരുമിച്ച് പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്തവണത്തെ BFA അല്ലെങ്കിൽ ബെവ്കോ LD LGS ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ ശരിക്കും നോക്കേണ്ടത് SCRT നല്ല വൃത്തിക്ക് പഠിച്ചോ, നിങ്ങൾക്കൊരു 60-70 മാർക്ക് നമ്മുടെ കയ്യിൽ സെറ്റ് ആയിട്ടിരിക്കും. അക്കൂട്ടത്തിന് ഡെയിലി ബൂസ്റ്റിംഗ് കൂടി പോയി കഴിയുമ്പോഴേക്കും ഓക്കെയാണ്. പിന്നെയുള്ള നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ അല്ലാത്ത കുറെ കാര്യങ്ങളുണ്ട്. അതാണ് നമുക്ക് എക്സ്ട്രാ ആയിട്ട് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യുക? ബേസ് തൊട്ട് 5ാം ക്ലാസ് മുതൽ അങ്ങ് പഠിച്ച് സെറ്റ് ആക്കിയെടുക്കാം. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്